നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ഇന്നലെ ആശ്രമത്തെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തി. ഇന്ന് രാവിലെ 9 മണിയോടെ മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. തുടർന്ന് PB അംഗം പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 530 പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അടക്കം ചേർന്നാണ് നയരേഖ. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്ന് മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്തെ റാങ്കിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാനുള്ള സുപ്രധാനമായ തീരുമാനമെടുത്ത ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്. റാങ്കിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിൻ്റെ ആദ്യ സിറ്റിംഗിലാണ് നിർണായക തീരുമാനം. റാങ്കിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമം രൂപീകരിക്കണമെന്നും സർക്കാരിനും പ്രവർത്തന ഗ്രൂപ്പ് രൂപീകരിക്കാമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്ന BJPയുടെ പല്ലവി ഏറ്റുപാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS പ്രചാരക് ആക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. BJPയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും നാക്കുപൊന്താത്ത മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 4 ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് അൾട്രാ വയലറ്റ് സൂചികയിൽ ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ 9, പത്തനംതിട്ട ജില്ലയിലെ കോന്നി 8, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ 8, ഇടുക്കിയിലെ മൂന്നാർ 8 എന്നിങ്ങനെയാണ് അൾട്രാ വയലറ്റ് രശ്മികളുടെ അളവ്. അൾട്രാ വയലറ്റ് സൂചിക 11 മുകളിൽ എത്തുമ്പോഴാണ് റെഡ് അലർട്ട് നൽകുന്നത്. കോൺഗ്രസിൻ്റെ രഹസ്യ സർവേയിലും കേരളത്തിൽ 3ാം പിണറായി സർക്കാർ വരും എന്നാണ് കണ്ടെത്തിയതെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വികസനത്തിന് സർക്കാരുകളുടെ തുടർച്ച പ്രധാനമാണെന്നും 1ാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ഇത്രയധികം വികസനം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാരിൻ്റെ തുടർച്ചയുണ്ടാകും എന്നത് പൊതുവികാരമാണെന്നും അത് ഞങ്ങളുടെ മാത്രം ആഗ്രഹമല്ലെന്നും ജനങ്ങളിൽ നിന്നും ആ ചർച്ചയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കർമ്മ പദ്ധതി തയ്യാറാക്കി AICC സംസ്ഥാന സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. കോൺഗ്രസിൻ്റെ നിക്ഷേപ തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്നതിനുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകിയേക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കും. കേരളത്തിലെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യുവാക്കളെയും പുതിയ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള നവമാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാൻ കേരളത്തിലെ യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് രംഗത്തെ നേട്ടം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് പണം കൊടുത്താണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് നേട്ടങ്ങളെക്കുറിച്ച് സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനിക്ക് പണം കൊടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് ആരോപണം. $48,000 സ്റ്റാർട്ടപ്പ് ജനോം കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയെന്നും അദ്ദേഹം വിമർശിച്ചു. മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന നിലപാട് മാറ്റി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമെന്നും എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവരും പ്രവർത്തകരും മദ്യപിക്കരുതെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ബന്ധുക്കൾക്കും അനുഭാവികൾക്കും മദ്യപിക്കുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമ സമരവുമായി മുന്നോട്ടു പോകരുതെന്ന് ഫിലിം ചേംബറിനോട് മന്ത്രി സജി ചെറിയാൻ. സമരം ചെയ്യരുതെന്നും വിഷയങ്ങളിൽ ചർച്ചയാവാമെന്നും മന്ത്രി സംഘടനയെ അറിയിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നത് ഫിലിം ചേംബറിൻ്റെ നിലപാട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഫിലിം ചേംബറിൻ്റെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അതേസമയം നേരത്തെ അറിയിച്ചിരുന്ന സൂചനാ പണിമുടക്ക് മാർച്ച് 25 മുമ്പ് നടത്തുമെന്നും എമ്പുരാൻ സിനിമയുടെ റിലീസിന് തടസ്സമുണ്ടാവില്ലെന്നും ഫിലിം ചേംബർ അറിയിച്ചു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറം മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൾ നാസറിനെ അറസ്റ്റ് ചെയ്തു. MS സൊല്യൂഷൻസ് അധ്യാപകൻ ഫഹദ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ഇയാളാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി.
ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരാഴ്ചക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണെന്നും പ്രേരണ PP ദിവ്യയുടെ പ്രസംഗമാണെന്നുമാണ് കണ്ടെത്തൽ. നവീൻ ബാബുവിനെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ആസൂത്രണം നടത്തി ദൃശ്യങ്ങൾ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചതിന് ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടിയെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു. ഇനി കേസിൽ ലഭിക്കാനുള്ള രാസപരിശോധന ഫലമാണ്. ആശാ പദ്ധതി വിഹിതത്തിൽ കേരളത്തോട് അവഗണന കാട്ടിയില്ലെന്ന് കേന്ദ്രം. എന്നാൽ കേന്ദ്രം തികഞ്ഞ അവഗണന കാട്ടിയെന്ന് കേരളം വ്യക്തമാക്കുന്നു. ആശാമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ 2023-24 വർഷത്തിൽ 636 കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് കിട്ടാനുള്ളതെന്ന കണക്ക് കേരളം പുറത്തുവിട്ടു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ സാക്ഷി മൊഴി നൽകാൻ ഭയന്ന് കേസിലെ പ്രധാന ദൃക്സാക്ഷി ചെന്താമര അപായപ്പെടുത്തുമെന്ന് ഭയപ്പെട്ടാണ് ഇയാൾ മൊഴി നൽകാൻ വിസമ്മതിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസിന് രഹസ്യമൊഴി രേഖപ്പെടുത്താനോ കോടതിയിൽ മൊഴി നൽകാനോ ഇയാൾ തയ്യാറാകില്ലെന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. അതേസമയം മറ്റ് സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റ കമ്പനിയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാനാണ് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞത്. ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചു. ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന ജുവനൈൽ ഹോമിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് സംഘർഷമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നേരത്തെ പ്രതിഷേധവുമായെത്തിയ KSU പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികളും ഇന്നും 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംഘടനകൾ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ ബ്ലോക്കിലേക്ക് മാറ്റി. അഫാനോടൊപ്പം മറ്റൊരു തടവുകാരനുമുണ്ട്. അഫാനെ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ജയിൽ ഉദ്യോഗസ്ഥരുമുണ്ട്. താനും ജീവനൊടുക്കുമെന്ന് ജയിലിലെത്തിയ ശേഷം അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക നിരീക്ഷണം. നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ പോക്സോ കേസിലെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ അവഗണിക്കാനാകുമെന്ന് സുപ്രീം കോടതി. കുട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർത്തു. ജയചന്ദ്രന് നൽകിയ ഇടക്കാല സംരക്ഷണം മാർച്ച് 24 വരെയും സുപ്രീം കോടതി നീട്ടി. മലപ്പുറം താനൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. താനൂർ തെയ്യാലയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 17 പരാതിക്ക് ആധാരമായ സംഭവം നടന്നു. തെയ്യാലായി SSHM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആണ് മർദ്ദനമേറ്റത്. വെള്ളച്ചാൽ CPHSS സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. നിലമ്പൂർ മലപ്പുറം കരുവാരക്കുണ്ട് ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപമാണ് കടുവയെ കണ്ടത്. കരുവാരക്കുണ്ട് ചേരി CTC എസ്റ്റേറ്റിന് സമീപത്ത് താമസിക്കുന്ന മണിക്കാംപറമ്പിൽ ജെറിനാണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽപ്പെട്ടതെങ്കിലും രക്ഷപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.